എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ 22/4/2025 നടന്ന LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ്. ഇത് ആരുടെ ആത്മകഥയാണ്? എ. മഹേന്ദ്ര സിംഗ് ധോണി, ബി. സയ്യിദ് കിർമാണി, സി. നയൻ മോംഗിയ, ഡി. കിരൺ മോറെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ് സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് എന്ന ആത്മകഥ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐ ടു ഹാഡ് എ ഡ്രീം. ഇത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: എ. ഡോക്ടർ എ സോമനാഥ്, ഓപ്ഷൻ ബി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി ഡോക്ടർ KM ചെറിയാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. ക്വസ്റ്റ്യൻ നമ്പർ 3 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? എ. മോഹിനിയാട്ടം, ബി. കൂടിയാട്ടം, സി. രാമനാട്ടം, ഡി. കൃഷ്ണനാട്ടം. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ഓപ്ഷൻ എ. ആര്യ പള്ളം, ഓപ്ഷൻ ബി. അക്കാമ ചെറിയാൻ, ഓപ്ഷൻ സി. AV കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ഡി. ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ ഡി ആയ ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ. ഭഗത് സിംഗ്, ഓപ്ഷൻ ബി. ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ സി. സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി. സുഖ്ദേവ്. കറക്റ്റ് ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ. മെർക്കുറി അഥവാ ബുധൻ, ഓപ്ഷൻ ബി. മാർസ് ചൊവ്വ, ഓപ്ഷൻ സി. ജൂപ്പിറ്റർ അഥവാ വ്യാഴം, ഓപ്ഷൻ ഡി. എർത്ത്. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. ജൂപ്പിറ്റർ അഥവാ വ്യാഴം ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ. വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ ബി. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ സി. പടിഞ്ഞാറൻ വാതകങ്ങൾ, ഓപ്ഷൻ ഡി. ധ്രുവീയ കിഴക്കൻ വാതകങ്ങൾ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. പടിഞ്ഞാറൻ വാതകങ്ങളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, താഴെ തന്നിരിക്കുന്നവ പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. 1. ബുർജില, 2. ഫോർട്ടുല, 3. ബാരാലാച്ചില, 4. സോജില. ഇതിൽ അടിയിൽ വേറെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 3, 1, 2, 4 എന്ന ക്രമത്തിലാണ് അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഏതാണ് മൂന്നാമത്തേത്? ഏതാണ്? ബാരാലാച്ചില, 1 ബുർജില, 2 ഫോർട്ടുല, 4 സോജില. ഇതാണ് അവരോഹണ ക്രമത്തിൽ കൊടുക്കാനുള്ള ഓർഡർ. ക്വസ്റ്റ്യൻ നമ്പർ 10, താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിൻ്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? 1. ബോക്സൈറ്റ്, ബി. ചൈന ക്ലേ, സി. സിലിക്ക മണൽ, ഡി. ചുണ്ണാമ്പ് കല്ല്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ബോക്സൈറ്റിൻ്റെ നിക്ഷേപമാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. എ. ഒഡീഷ, ബി. കർണാടക, സി. പശ്ചിമ ബംഗാൾ, ഡി. തമിഴ്നാട്. ഓപ്ഷൻ എ ആയ ഒഡീഷയിലാണ് പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഒരു ഭൂപടത്തിൽ തോത് 1 സെൻറ്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? എ. 1:2000, ബി. 1:20,000, സി. 1:2 ലക്ഷം, ഡി. 1:20 ലക്ഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1:2 ലക്ഷം എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 13, 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതലായി ആശ്രയിച്ചിരിക്കുന്നത് ഏത് നയത്തിലാണ്?
എ വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും, ബി ആസൂത്രണവും സാമൂഹിക മേഖലയിൽ ചെലവിടലും, സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിക്ഷേപം, ഡി സർക്കാരിൻ്റെ വിപണി ഇടപെടൽ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. ഇതാണ് 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഒരു നികുതിയുടെ ഭാരം, അതായത് പ്രഭാവവും ബാധയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? എ പ്രത്യക്ഷ നികുതി, ബി പരോക്ഷ നികുതി, സി വ്യക്തിഗത വരുമാന നികുതി, ഡി കോർപ്പറേറ്റ് നികുതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പരോക്ഷ നികുതി. പരോക്ഷ നികുതിയാണ് ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്ത സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? എ IAAP, IADP, HYVP, ബി വിത്ത് ജലം രാസവളം ഉപയോഗം, സി പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ, ഡി കരാർ കൃഷിയെ പ്രധാന പ്രവർത്തന രീതിയാക്കി ഉയർത്തൽ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ് പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഓപ്ഷൻ എ സെക്യൂരിറ്റീസ് ഇടപാട് നികുതി, ഓപ്ഷൻ ബി ആൻറ്റി ഡംപിംഗ് തീരുവ, ഓപ്ഷൻ സി ഈക്വലൈസേഷൻ ലെവി, ഓപ്ഷൻ ഡി ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇതിൽ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ് ഈക്വലൈസേഷൻ ലെവി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28%. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഓപ്ഷൻ എ നാം, ബി മണ്ഡികൾ, സി കാർഷിക സഹകരണ സംഘങ്ങൾ, ഓപ്ഷൻ ഡി കർഷക ഉൽപ്പാദക സംഘടനകൾ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. നാം ആണ് ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം. ക്വസ്റ്റ്യൻ നമ്പർ 19. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 19, ഓപ്ഷൻ ബി അനുച്ഛേദം 20, ഓപ്ഷൻ സി അനുച്ഛേദം 21, ഓപ്ഷൻ ഡി അനുച്ഛേദം 22. ഇതിൽ കറക്റ്റ് ആൻസർ എന്ത്? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 20 പ്രകാരമാണ് കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷി ആക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 20 എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. 2003 ഭരണഘടന, അതായത് 92ാം ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? 1 ബോഡോ, 2 മൈഥിലി, 3 സന്താളി, 4 നേപ്പാളി. അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. 1, 2 ആൻഡ് 3 ഇത് 3ഉം ആണ് ശരിയായ ആൻസറുകൾ എന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഏതാണ് ശരിയായ ഉത്തരങ്ങൾ? ബോഡോ, മൈഥിലി, സന്താളി എന്നീ ഭാഷകളാണ് 2003 ഭരണഘടന, അതായത് 92ാം ഭേദഗതി നിയമപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് ഉൾപ്പെടുത്തിയ ഭാഷകൾ. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കൂ. 1 ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. 2 തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക. 3 ശാസ്ത്രീയ മനോഭാവം വളർത്തുക. 4 പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഈ മുകളിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം.
അല്ല, ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആൻഡ് 4 എന്നീ പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുക എന്നീ 3 പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22. എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? ഓപ്ഷൻ എ 1 മാസം, ഓപ്ഷൻ ബി 2 മാസം, ഓപ്ഷൻ സി 3 മാസം, ഓപ്ഷൻ ഡി 6 മാസം. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. 2. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. 3. ഇന്ത്യൻ എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. 4. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അതിൽ ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിങ്ങനെ 4 വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. 2025 ജനുവരിയിൽ ഗ്രാമന്യായാലയ അഥവാ ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഓപ്ഷൻ എ തളിപ്പറമ്പ്, ഓപ്ഷൻ ബി കൽപ്പറ്റ, ഓപ്ഷൻ സി വാമനപുരം, ഓപ്ഷൻ ഡി തൃത്താല. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആയ വാമനപുരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? 1. സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു. 2. സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു. 3. സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു. 4. സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. അതിൽ വേറെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ? 1. സ്ത്രീകളെ സംബന്ധിച്ച നിയമങ്ങൾ നിരീക്ഷിക്കുന്നു. 2. സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു. 3. സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു. 4. സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 26. സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആര്? എ സംസ്ഥാന ഗവർണർ, ബി സംസ്ഥാന മുഖ്യമന്ത്രി, സി വിരമിച്ച ചീഫ് ജസ്റ്റിസ്, ഡി വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണ് സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി. ക്വസ്റ്റ്യൻ നമ്പർ 27. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമം പദ്ധതി നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? എ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം, ഓപ്ഷൻ ബി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഓപ്ഷൻ ബി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വയോരക്ഷാ പദ്ധതി, ഓപ്ഷൻ സി കേരള മുതിർന്ന പൗരന്മാരുടെ ക്ഷേമ നിയമം, ഓപ്ഷൻ ഡി കേരള സംസ്ഥാന ശുശ്രൂഷ പരിപാലന നയം. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 28. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? എ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബി പരിസ്ഥിതി കാലാവസ്ഥ മാറ്റ ഡയറക്ടറേറ്റ്, ഓപ്ഷൻ സി കേരള വാട്ടർ അതോറിറ്റി, ഓപ്ഷൻ ഡി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്. കറക്റ്റ് ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി എന്നത് മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗമഭൗതിക സാഹചര്യങ്ങളാൽ ഏതാണ് മുൻഗണന നൽകാത്തത്?
ഓപ്ഷൻ എ ചെക്ക് ഡാമുകൾ, ഓപ്ഷൻ ബി ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകൾ, ഓപ്ഷൻ സി ഫാം പോണ്ട്, ഓപ്ഷൻ ഡി പെർക്കൊലേഷൻ പിറ്റുകൾ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകളാണ് കേരളത്തിൽ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ. ക്വസ്റ്റ്യൻ നമ്പർ 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതായത് MNREGA സംബന്ധിച്ച് കേരളത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? എ. MGNREGA-യുടെ നടപ്പാക്കലിൽ ഗ്രാമപഞ്ചായത്തുകൾ ഉത്തരവാദികളാണ്. ഓപ്ഷൻ ബി സ്ത്രീകൾ, പട്ടികജാതികൾ, പട്ടികവർഗങ്ങൾ, വ്യത്യസ്ത ശേഷിയുള്ള വ്യക്തികൾ എന്നിവർക്ക് കേരളത്തിൽ MGNREGA-യിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നു. ഓപ്ഷൻ സി നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ MGNREGA നടപ്പാക്കലിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഓപ്ഷൻ ഡി MGNREGAക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കുവെക്കുന്നു. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ MGNREGA നടപ്പാക്കലിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യവിഭവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? എ. സ്പാർക്ക്, ബി. KSWAN, സി. ഇ-ഓഫീസ്, ഡി. ഇ-സേവ. കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. സ്പാർക്ക് ആണ് കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യവിഭവശേഷി മാനേജ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര്. ക്വസ്റ്റ്യൻ നമ്പർ 32. കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ഓപ്ഷൻ എ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഓപ്ഷൻ ബി കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഓപ്ഷൻ സി ഫിനാൻസ് കമ്മിറ്റി, ഓപ്ഷൻ ഡി നിയമപരിഷ്കരണ കമ്മിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ് കേരള നിയമസഭയിലെ പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33 ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. പ്രകൃത്യാനീതിയുടെ സിദ്ധാന്തങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? എ. ഹേബിയസ് കോർപ്പസ്, ബി. മാൻഡമസ്, സി. പ്രൊഹിബിഷൻ, ഡി. സെർഷ്യോററി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെർഷ്യോററി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ട്രാജൻ 155 mm ടൗഡ് ആർട്ടില്ലറി ഗൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം. ബാക്കി ഭാഗങ്ങളും ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.